ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ഹിഡൻ ബീച്ചസും നിങ്ങളുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് അതല്ല. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നതിന് മുന്നേ എല്ലാ ബീച്ചസും ഒന്ന് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ മഴയത്ത് നമുക്ക് കാണാൻ പാടില്ലാത്ത പലതരം എന്നുവെച്ചാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഇപ്പം ഈ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ വിഴിഞ്ഞത്തുണ്ടായ നമ്മുടെ കണ്ടെയ്നർ ആക്സിഡൻറ്റിൽ നമുക്ക് നമ്മുടെ ബീച്ചസിനും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. പക്ഷേ പോയപ്പോൾ നല്ല വൈബായിരുന്നു, കാരണം നല്ല മഴയുള്ള ഒരു ക്ലൈമറ്റും. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഫേമസ് നമ്മുടെ ബീച്ചാണ്, വെട്ടുകാട് ബീച്ചാണ്. അപ്പം ഇവിടെ ഞാൻ കുറച്ച് സമയം നമ്മളിവിടെ ഒന്ന് കണ്ട് കറങ്ങി എക്സ്പ്ലോർ ചെയ്തു. കുഴപ്പമില്ല, നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. എന്നിട്ട് നമ്മൾ പോയത് ഈ ഷോപ്പിലേക്കാണ്. ഒരു ഹോട്ടലാണ്, ചെറിയൊരു ബീച്ച് സൈഡൊരു ഹോട്ടലാണ്. നല്ല ഒരു ഹോട്ടലായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. ബീച്ച് ഫേസിങ് ആണ്. ഇതിൻ്റെ ലൊക്കേഷനും ഞാൻ ഇടുന്നില്ല. പിന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, ബീച്ച് വ്യൂ. പിന്നെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഒരു 100 രൂപയ്ക്കൊരു മീൽസ് ആണ് ഞാൻ വാങ്ങിയത്. ഒരു നല്ലൊരു ഹോട്ടലായിരുന്നു. എല്ലാതരം കറികളും ഉണ്ടായിരുന്നു. ഇതാണ് ഹോട്ടലിൻ്റെ അകത്തെ കാഴ്ച എന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഒരു അങ്ങനെ ലക്ഷറി എന്നൊന്നും പറയാനില്ല. ഒരു സാധാരണക്കാർക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് കറികളോ ഒന്നും അങ്ങനെ വലിയൊരു പ്രീമിയം ഹോട്ടലൊന്നും പ്രതീക്ഷ വരില്ല. നമുക്ക് നോർമലി നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കഴിച്ചിട്ട് പോകാം. 100 രൂപയ്ക്ക് എന്താണോ അതിവിടെ കിട്ടും, അതെന്തായാലും ഉറപ്പാണ്. ഇത് ട്രിവാൻഡ്രക്കാർക്ക് അറിയായിരിക്കും. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു പ്ലേസാണ്. എന്തായാലും ഈ സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇടുന്നില്ല. പിന്നെ ഇന്ന് എന്തായാലും നമ്മളതൊരു എന്താ പറയുക, എക്സ്പ്ലോറിങ്ങിനെന്ന് പറഞ്ഞ് പോകുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ട്, പുള്ളിക്കാരൻ UK നിന്ന് വരുന്നതാണ്. പുള്ളി നമുക്ക് ഈ ബീച്ചിൻ്റെ ഈ പൊല്യൂഷനെ കുറിച്ചൊക്കെ ഒന്ന് സർവേ ചെയ്യാനായിട്ട് വന്ന ആളാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഊണ്, പിന്നെ തോരൻ, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു, അവിയൽ, പിന്നെ എല്ലാം നൈസ്. നമുക്ക് സാധാരണ ഒരു 100 രൂപയ്ക്ക് ഇത് വർത്താണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ആഹാരമായിരുന്നു. പിന്നെ ആൾ ഓക്കെ. പിന്നെ ഫുഡ് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തുനിന്ന്, ഇത് നമ്മൾ ഈ കാണുന്നതൊക്കെ ഈ പറയുന്ന വേസ്റ്റാണ് കേട്ടോ കിടക്കുന്നത്. ഒരുപാട് വേസ്റ്റുണ്ട്. പിന്നെ ഇത് ഒട്ടുമിക്കമായിട്ട് കാണുന്നതെല്ലാം നമ്മുടെ ഈ കണ്ടെയ്നറിൽ നിന്നും വന്ന ഒരു എന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെല്ലറ്റ് ഉണ്ട്. അത് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് കണ്ടാണ് നമ്മൾ സത്യം പറയാൻ നെട്ടിപ്പോയത്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കടലിൻ്റെ കരയിൽ ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. ഇതിൻ്റെ ഒരു ബണ്ടിൽ നമ്മളെന്താ പറയുക, സിമൻറ്റ് ചാക്ക് പോലെ ഇതിങ്ങനെ ബണ്ടിലായിട്ട് പൊട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇതൊന്ന് സർവ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഇതാണ് എൻ്റെ ഫ്രണ്ട്, പേര് ടോം എന്നാണ്. അവനതിനെ ചെക്ക് ചെയ്യണം, അതിൻ്റെ ഗ്രേഡൊക്കെ നോക്കുമെന്നാണ് തോന്നുന്നത്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ കടലിൽ കാണുന്ന വേസ്റ്റാണ് കേട്ടോ. ഇതിലിതോ ആ വെള്ള കാണുന്നതെല്ലാം ഇതിൽ നിന്ന് പൊട്ടി വീഴുന്ന അതിൻ്റെ തരികളാണ്. ഇത് ഇപ്പം ആ ബണ്ടിൽ പോലെ തന്നെ ഒരുപാട് ബണ്ടിൽ നമ്മളവിടെ കണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പൊല്യൂട്ടഡാണ് ഇപ്പം ബീച്ച് എന്ന് പറഞ്ഞാൽ. ഇനിയും എനിക്ക് തോന്നുന്നു ഈ ബീച്ചിൻ്റെ അകത്തൊക്കെ ബീച്ചിലെല്ലാം എനിക്ക് ഉൾക്കടലിലൊക്കെ ഇത് നമ്മുടെ ഈ പറയുന്ന ഇതൊരു പ്ലാസ്റ്റിക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സബ്സ്റ്റൻ്റാണ് ഇതെനിക്ക് തോന്നുന്നു ഈ കടലിലെല്ലാം ഇത് പടർന്ന് കിടപ്പുണ്ട്.
അങ്ങനെ ഈ സാധനമാണ് നമ്മൾ മീനിൻ്റെ ഇതൊക്കെ ചെറിയൊരു ഒരു എന്താ പറയുക വസ്തുവാണ്. ഇതൊക്കെ മീനൊക്കെ കഴിച്ച് ഇതിൻ്റെ ഒരു ഇതൊക്കെയാണ് നമ്മളും കഴിക്കുന്നത്. അങ്ങനെ ഈ സാധനം നമ്മളെടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ എടുത്ത് ഇത് നമ്മൾ മാക്സിമം ഇത് കരക്കെടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ. ഇതിപ്പം നിങ്ങൾ കാണുന്ന പോലെ അല്ല, ഇതൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട് ഇതിൻ്റെ. ഇത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ചെറിയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തരികളാണ്. ഇതിനെ അവർ ഹീറ്റൊക്കെ കൊടുത്തിട്ടാണ് ഇത് പ്ലാസ്റ്റിക്കായി മാറുന്നത്. ഇതാണ് സാധനം. ഇതിനെയാണ് ഇതിനെ അതിൻ്റേതായിട്ടുള്ള മെഷീൻസിനിട്ട് അതിനെ ചൂടാക്കി ഉരുക്കിയാണ് പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഇതെല്ലാം UAE പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ടോം ഇത് ചെക്ക് ചെയ്യുന്നുണ്ട് എന്താണിത്. അങ്ങനെ ഇത് ഇപ്പോൾ ഈ ഒരു ബണ്ടിൽ മാത്രമല്ല നമ്മൾ കാണാൻ പറ്റിയത്. ഇത് അങ്ങോട്ടങ്ങോട്ട് പോകെ ഓരോ സ്ഥലത്തും ഇതിൻ്റെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വലിയൊരു ബണ്ടിൽ നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെടുത്ത് ഒരു കരയ്ക്ക് ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കണ്ടത്. അത് സത്യം പറഞ്ഞാൽ ഇതിപ്പം ഒരു സൈഡ് മാത്രമേ നിങ്ങൾ കാണിക്കൂ. നമ്മൾ ഈ വന്ന വഴിക്ക് ഇതൊക്കെയാണ് ഓരോ കമ്പനീസിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. ഇതെല്ലാം അത് തന്നെയാണ്. ആ കണ്ടെയ്നറിൽ നിന്ന് പൊട്ടി വന്നതാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എന്താ പറയുക, അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കടലിൻ്റെ ഈ മണലിലെല്ലാം ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഇതിനെ ഇവിടുത്തെ ഗവൺമെൻറ്റിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് എൻ്റെ ഫ്രണ്ട് പറയുന്നത്. അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് പുള്ളിക്കാരൻ ഈ സാധനത്തിനെയൊക്കെ ഈ നമ്മുടെ ഈ കടലിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബണ്ടിലിനെല്ലാം നമ്മൾ മാക്സിമം കരയുടെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല. അവരെ കൊണ്ട് മാക്സിമം ചെയ്യേണ്ടത്. അവിടെ കിടക്കുന്നൊരു ഷീറ്റ് നമ്മുടെ കണ്ടെയ്നറിൻ്റെ ഒരു പീസാണ് കിടക്കുന്നത്. അപ്പം ഇപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സബ്സ്റ്റൻസ് ആയിട്ടുള്ളൊരു ബണ്ടിലാണെങ്കിൽ എന്തുമാത്രം കെമിക്കൽസും കാര്യങ്ങളാണ് നമ്മുടെ ഉൾക്കടലിലോട്ട് വീണിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മാതിരി സാധനങ്ങളാണ് ആ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ആ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു പാർട്ട് കേട്ടോ. ഇത് നമ്മുടെ കടലിൻ്റെ അവിടെ നിന്ന് വലിച്ചു കയറ്റുന്ന സമയത്ത് ഈ പാറയിലിടിച്ച് പൊട്ടിയാണ് ഇതെല്ലാം ഇങ്ങനെ ആവുന്നത് കേട്ടോ. ഈ താഴെ കാണുന്നതെല്ലാം ഈ പറയുന്ന ആ ബണ്ടിൽ നിന്ന് പൊട്ടി വീഴുന്ന ആ ഒരു പെല്ലറ്റ്സ് ആണ് കേട്ടോ. ആ പെല്ലറ്റ്സിൽ നിന്നാണ് ഇതെല്ലാം താഴോട്ട്. ഇത് ഫുള്ള് ഈ കടലിൽ കാണുന്നുണ്ട് നമ്മൾ. അപ്പം ഞാനിതിപ്പോൾ ഉദ്ദേശിച്ചത് നമ്മൾ എത്രത്തോളം നമ്മൾ സൂക്ഷിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നമ്മുടെ ബീച്ചസിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം എന്ന് വെച്ചാൽ നമ്മൾ പൊല്യൂട്ടർ ആക്കാതിരിക്കുക, അത്ര തന്നെയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.